അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നബിദിനം ആഘോഷം വന്നു കഴിഞ്ഞാൽ വഹാബികൾക്ക് ഭയങ്കര സങ്കടമാണ്, അവർ കരച്ചിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെയും ഒക്കെ മുസ്ലിയാക്കന്മാർ പലതും പറഞ്ഞു വെക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പരാതിയുമായി ഒരു മൗലാർ ചക്കം വന്നിട്ടുണ്ട്. റബീഉൽ അവ്വൽ മാസങ്ങളിൽ മാത്രം കണ്ടുവരാറുള്ള ഒരു പ്രത്യേക തരം കരച്ചില് അതിവിടെ കേൾക്കുമ്പോണ്ടല്ലോ, ഓ സാറേ. റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ വഹാബികൾ കരയുന്നു എന്നുള്ളതാണ് ഇവൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇവൻ പറയട്ടെ. ആയിരത്താന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലേ? ഇല്ല, പറയേണ്ട ആവശ്യമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരവായി, അതോടൊപ്പം വഹാബികളുടെ കൂട്ടക്കരച്ചിൽ തുടങ്ങാറുമായി. എന്നിട്ട് കല്യാണ വീടുകളിൽ നമ്മള് അലങ്കാര ലൈറ്റുകളും മറ്റു അലങ്കാര പണികളും ചെയ്യും. കല്യാണ വീട്ടിൽ സമസ്തക്കാരെ പല ആളുകളും LED ബൾബുകളും ഭയങ്കരമായ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നിട്ട് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന മറുപടി എന്താണ് പറയുന്നത്? മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, മക്കളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്. മക്കളോടുള്ള സന്തോഷത്തിന്റെ പുറത്ത്, മക്കളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് കല്യാണ വീടുകളിൽ LED ബൾബുകൾ കത്തിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, എന്നിട്ട് സമ്മേളനഗരികളിലും ഇതേ പ്രകാരം തന്നെ നമ്മൾ കളർ ലൈറ്റുകളാൽ അലങ്കരിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ഭംഗിക്ക് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ LED ബൾബ് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയും പ്രത്യേക സന്തോഷവും ഒക്കെ വരും. എന്തെങ്കിലും പറഞ്ഞാൽ കുടുങ്ങി. അതൊക്കെ പോട്ടെയാണെങ്കിൽ പോയിക്കോട്ടെ. എന്നിട്ട് നമ്മുടെ വീടുകളിൽ ആവശ്യത്തിനപ്പുറം പല കളറിലും പല മോഡലുകളിലും അലങ്കാര ലൈറ്റുകൾ വെക്കുന്നുണ്ട്. എല്ലാം വെക്കുന്നത് സന്തോഷത്തിന്, ഭംഗിക്ക് വേണ്ടി ചെയ്യുന്ന സംഗതികളാണ്. അങ്ങനെയാണെങ്കിൽ സമസ്തക്കാരുടെ വീടുകളിലൊക്കെ വലിയ രീതിയിൽ തന്നെ കളർ ബൾബുകളും അതുപോലെ തന്നെ LED ബൾബുകളും ഒക്കെ കൊണ്ട് പൂർണ്ണമായും അങ്ങോട്ട് അലങ്കരിച്ചുകൂടെ? എല്ലാ ദിവസവും ഈ സന്തോഷവും ഭംഗിയും ഒക്കെ ലഭിക്കുമല്ലോ. ഇതേ ലൈറ്റുകളും ഇതേ അലങ്കാരങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ ഏതെങ്കിലും പള്ളികളിലോ മദ്രസകളിലോ വീടുകളിലോ നാടുകളിലോ വെച്ച് കഴിഞ്ഞാൽ ഹറാം. പള്ളികളിലും റോഡുകളിലും അതുപോലെ തന്നെ അങ്ങാടികളിലുമൊക്കെ LED ബൾബുകൾ കത്തിച്ചു വെക്കുന്നത് ഹറാമാണെന്ന് മുജാഹിദുകൾ പറയുന്നു. ഇതാണ് ഇവന്റെ വല്ലാത്തൊരു പ്രയാസം. അതാണ് മുജാഹിദുകൾ കരയുന്നു എന്ന് പറഞ്ഞത്. ഇവനും ഇവനെ പോലെയുള്ള മുസ്ലിയാക്കന്മാരും നാട്ടുകാരോട് പിരിവും നടത്തി ഈ രീതിയിൽ അലങ്കരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സന്തോഷത്തിന് വേണ്ടിയാണ്, ഭംഗിക്ക് വേണ്ടിയാണ്. ഇവരുടെ ഭംഗിയും സന്തോഷവും എന്താണെന്ന് മനസ്സിലായില്ലേ? എന്റെ പൊന്നാര വഹാബികളെ, എന്തോ ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചു. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമാണോ അല്ലെങ്കിൽ വൈരാഗ്യമാണോ? ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രവാചകനോട് സ്നേഹമാണ്. നിങ്ങൾ പ്രവാചക സ്നേഹം എന്ന രീതിയിൽ പലതും കാട്ടിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ മക്കളോടുള്ള സ്നേഹം കാരണം ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. പക്ഷെ മുസ്ലിയാക്കന്മാർ എന്തിനാണ് അപ്പോൾ സങ്കടപ്പെടുന്നത്? അവരെന്തിനാണ് ഇതിനെ ശക്തമായി എതിർക്കുന്നത്? ബർത്ത്ഡേ ജനിച്ചത് ഇജ്ജ് മാത്രമേ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായിട്ടുള്ളൂ, വേറെ ഇജ്ജ് കുട്ടിയല്ല. എന്റെ വാപ്പാക്ക് ഇജ്ജ് കുട്ടിയല്ല, അനക്ക് മാത്രം കുട്ടി ഉണ്ടായിട്ടുള്ളൂ. എന്തോ സാധനം അറിയാം ഈ കുട്ടി. ഈ കുട്ടി ഇപ്പം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറങ്ങിയതാ. എന്നിട്ട് ഇത് ജനിച്ച ഡേറ്റ് ഇങ്ങനെ കാത്തിക്ക, കേക്ക് മുറിക്കാനും മൗലിദ് നടത്താനും. ചെങ്ങായി എനിക്ക് വേറെ വല്ല പണി നോക്കിക്കൂടെ? ചെങ്ങായി വേറെ വല്ല പണിയും നോക്കിക്കൂടെ എന്നാ പകരം വാപ്പൂട്ടി മുസ്ലിം ചോദിക്കുന്നത്. ഒരാൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹമായ ഒരു കുട്ടിയെ ലഭിച്ചു. ആ കുട്ടി ജനിച്ച ദിവസത്തിൽ അവർ സന്തോഷിച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലുന്ന മൗലൂദ് ചെല്ലിച്ചു. മുസ്ലിയാക്കന്മാരെ കൂട്ടിയും അല്ലാതെയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒരു കേക്ക് മുറിച്ചു, ആളുകൾക്കൊക്കെ വിതരണം ചെയ്തു, പല രീതിയിലുള്ള സൽക്കാരങ്ങളും കാര്യങ്ങളും ചെയ്യുന്നു. അവരുടെ മകൻ ജനിച്ചു എന്നുള്ള സന്തോഷത്താലാണ് ചെയ്യുന്നത്. ആ സമയത്ത് വീടുകൾ അലങ്കരിക്കുന്നു. അതിനെന്തിനാണ് ഈ മുസ്ലിയാർ ഇങ്ങനെ കയറി കരയുന്നത്? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് സംശയം വേണ്ട, ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത്. ക്രിസ്ത്യാനികളെ ക്രിസ്തീയ പ്രവർത്തനാണ്. ബർത്ത്ഡേ കഴിക്കാൻ ഏത് അലിമ പറഞ്ഞത്? ഷാഫിയിലോ ഹനഫിയിലോ ഹംബലിയിലോ മാലിക്ക് ഒരു മദ്ഹബിലും ബർത്ത്ഡേ കഴിക്കാൻ പാടില്ല. എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഓരോരാളുടെ അവരവരുടെ ഇഷ്ടമാണല്ലോ, അവരങ്ങനെ ആഘോഷിച്ചോട്ടില്ലേ? എന്തിനാണ് നിങ്ങളുടെ മുസ്ലിയാർ ഇങ്ങനെ കയറി കരയുന്നത്? ഇനി നിനക്കുള്ള മറുപടിയും ഇതിനുള്ള മറുപടിയും മുസ്ലിയാർ തന്നെ പറഞ്ഞുതരും. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്തോ എങ്ങനെ? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന്. എന്നാൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിയാർ കുട്ടിയെ? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയും 2 പെരുന്നാളിനേക്കാൾ മഹത്വവും വലിയ പുണ്യമുള്ള സുന്നത്തായ ഒരു വലിയ ആഘോഷമായിക്കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു മാസത്തിൽ, ഒരു തീയതിയിൽ ഇങ്ങനെ ഒരു വലിയ ആഘോഷം ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്രമാത്രം മഹത്വം ഇതിനുണ്ട് എന്നറിഞ്ഞിട്ടും പ്രവാചകൻ എന്തുകൊണ്ട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല മുസ്ലിയാരെ? നിങ്ങൾ മതത്തിൽ അതിരുകവിയാണ്. പ്രവാചകനും സഹാബാക്കളും ഉത്തമ തലമുറക്കാർക്കും
അതുപോലെ തന്നെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കും പരിചയമില്ലാത്ത ഒരു പുതിയ ആചാരം കൊണ്ടുവരികയാണ്, പുതിയ അനുഷ്ഠാനം കൊണ്ടുവരികയാണ്, പുതിയ ആഘോഷം കൊണ്ടുവരികയാണ്. എന്നിട്ട് നിങ്ങൾ ഈ രീതിയിലൊക്കെ മഹത്വങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് മുജാഹിദുകൾ ഇതിനെ എതിർക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നു പ്രവാചകനോട് സ്നേഹമില്ലാത്ത ആളുകളാണ് വഹാബികൾ എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ പ്രവാചകന്റെ പത്നിമാർക്കോ സഹാബാക്കൾക്കോ അതുപോലെ തന്നെ ഉത്തമ തലമുറക്കാർക്കോ 4 മദ്ഹബിന്റെ ഇമാമികൾക്കോ പ്രവാചകനോട് സ്നേഹമില്ലായിരുന്നോ? അവർക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന തെളിവ് സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി എന്ന് തുടങ്ങുന്ന ആയത്ത് അവർക്ക് തിരിഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ കൊണ്ടുവരുന്ന അബൂലഹബിന്റെ കൂൾ ഡ്രിങ്ക്സിന്റെ കഥ അത് സഹാബാക്കൾക്കോ ഉത്തമ തലമുറക്കാർക്കോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ തിരിഞ്ഞില്ലായിരുന്നോ? അത് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തെളിവാണ് എന്ന്. അതുപോലെ തന്നെ നിങ്ങൾ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി തെളിവായി എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും സഹാബാക്കൾക്കോ ഉത്തമ തലമുറക്കാർക്കോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ തിരിഞ്ഞില്ലായിരുന്നോ? അവർക്കൊന്നും പ്രവാചകനോട് നിങ്ങളെ അത്ര സ്നേഹമില്ലായിരുന്നോ? മാത്രമല്ല ലക്ഷക്കണക്കിന് അയിമത്തി ഇവിടെ ജനിച്ചു വഫാത്തായി പോയി. അവരാരും അവരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. ജീലാനി തങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല, റിഫായി തങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല, ഹാജാ തങ്ങൾ കഴിച്ചില്ല. സമസ്ത പണ്ഡിതന്മാർ ഇന്ന് വരെ ഒരു പണ്ഡിതനും അവരെ ബർത്ത്ഡേ കഴിച്ചില്ല. ഇവർക്കിപ്പോ ഒരു കുട്ടി ഉണ്ടായിക്കണം, ഇത് എവിടേക്ക് എത്തുകയെന്ന് അറിയില്ല. ആ നിലക്കുള്ള സാധനമാണ് ഇത്. ഈ കാലത്ത് ജനിച്ച് ഈ വാട്സപ്പിന് ഫേസ്ബുക്കിന് കാലത്ത് ജനിച്ച സാധനമല്ലേ ഇത്. എന്റെ കഴുത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ഓർത്തോണ്ടി. ഇതിനാണ് ഇപ്പൊ ബർത്ത്ഡേ കഴിക്കണത്. വലിയൊരു അനുഗ്രഹമാണ് ജനിച്ചത്. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. അതിനാണ് നമ്മൾ ഹഖീഖത്ത് അറുത്തത്, അതിനാണ് നമ്മൾ നല്ല രൂപത്തിലൊക്കെ ചെയ്തത്, ഭക്ഷണമൊക്കെ കൊടുത്തൊക്കെ ചെയ്യുക. പിന്നെ കൊല്ലം ആ ഡേറ്റ് വരുമ്പോ ഇല്ല അങ്ങനെ ഒരു ബഹുമാനം ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഷിയാക്കളിലെ ഉഗ്രവാദികളായ ഫാത്തിമിയാക്കൾ തുടങ്ങിയ അതുപോലെ തന്നെ മുദഫർ രാജാവ് തുടങ്ങിയ ഈ നബിദിനം ആഘോഷം കൊണ്ടാണോ പ്രവാചകനോട് സ്നേഹം കാണിക്കേണ്ടത്? അതിനാണോ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയും 2 പെരുന്നാളിനേക്കാൾ മഹത്വവും വലിയ പുണ്യമുള്ള സുന്നത്തായ ഒരു ആഘോഷമായി മാറുന്നത്? നിങ്ങൾ ഈ രീതിയിൽ മഹത്വം പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. അതല്ലാതെ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ സങ്കടപ്പെടുകയല്ല.